ഇവനെ കൊണ്ടുള്ള ശല്യം അവസാനിക്കുന്നില്ലല്ലോ. അവൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ ഞാൻ അവനെ തല്ലു. നീ ഒന്ന് അടങ്ങ് ദേവകി. മോളുടെ കല്യാണമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങള് നാട്ടുകാരെ മുഴുവൻ ലക്ഷ്മിയുടെ കല്യാണത്തിന് ക്ഷണിച്ചല്ലോ. ഇത്ര അടുത്ത ബന്ധമുള്ള എന്നെ നിങ്ങൾ ഇതുവരെ ക്ഷണിച്ചില്ലല്ലോ. ഞങ്ങൾ എന്തിനാണ് നിന്നെ ക്ഷണിക്കുന്നത്? ദേവകി, നാട്ടിലുള്ളവരെല്ലാം ലക്ഷ്മിയുടെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളത് ശരിയാ. എന്റെ മോളുടെ കല്യാണത്തിന് ആരൊക്കെ ക്ഷണിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമല്ലേ? അപ്പോ ലക്ഷ്മിയുടെ കല്യാണത്തിന് ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതിനൊക്കെ സംശയമുണ്ടോ? എന്റെ കുടുംബത്തിനെ നീ അത്രമാത്രം ദ്രോഹിച്ചിട്ടില്ലേ? ഞാനേ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്തേ നിന്നിട്ടുള്ളൂ. നിങ്ങൾ പലപ്പോഴും അതിനെതിരെ നിൽക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വലിയൊരു ചടങ്ങ് നടത്തുമ്പോ നാട്ടിലെ പ്രമുഖനായ എന്നെ വിളിക്കാതിരിക്കുന്നത് ശരിയാണോ? ശരിയും തെറ്റുമൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല. മുതലാളിയെ വേണമെന്ന് വെച്ച് ഒഴിവാക്കാൻ ശ്രമിച്ചതാ. ഇദ്ദേഹം എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും കല്യാണത്തിന് മുൻപിൽ നിന്ന് ആദ്യ അവസാനം വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. എപ്പോഴാടാ ലക്ഷ്മിയുടെ കല്യാണം? ചിങ്ങമാസം 21 സെപ്റ്റംബർ 6-ാം തീയതി ഞായറാഴ്ചയാണ്. 8:30-നും 9-നും ഇടയ്ക്കാണ് മുഹൂർത്തം. നമ്മുടെ പഞ്ചായത്ത് വകയിലുള്ള ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. കണ്ടില്ലേ, നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞു വെച്ചിട്ടുണ്ട്. വേണ്ടതെല്ലാം ഞങ്ങൾ കൃത്യമായി ചെയ്തോളാം. എന്നാ നിങ്ങൾ പൊയ്ക്കോ. എന്താ പോകുന്നില്ലേ? എന്നാ ഞങ്ങൾ പൊയ്ക്കോളാം. വടാ. ക്ഷണിക്കാത്ത കല്യാണത്തിന് വന്ന് നാണം കെടാനായിരിക്കും ഇവന്റെ വിധി. കല്യാണം നടക്കുന്ന പരിസരത്തെങ്ങാനും ഇവനെങ്ങാനും വന്നാ ഞാൻ ചൂലെടുത്ത് അടിച്ചോടിക്കും. ദേവികമ്മേ, നിങ്ങളെ കണ്ട സന്തോഷത്തിൽ സംസാരിച്ചു നിന്നപ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചിങ്ങമാസം 21-ന് തന്നെ ഗോവിന്ദൻ മാഷിന്റെ ഷഷ്ടിപൂർത്തിയാണ്. അതിന് ഞാനെന്ത് ചെയ്യണം? അദ്ദേഹം ഈ നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന ഒരാളല്ലേ. അപ്പോ ഷഷ്ടിപൂർത്തി കുറച്ച് വലിയ രീതിയിൽ ആഘോഷിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മകൾക്കും ഒരാഗ്രഹം. ഇതൊക്കെ എന്തിനാ നീ എന്നോട് പറയുന്നേ? അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലക്ഷ്മിയുടെ കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ച ശ്രീപാർവതി ഓഡിറ്റോറിയം പഞ്ചായത്ത് വകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനായതുകൊണ്ട് അവിടെ എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഗോവിന്ദൻ മാഷിന് ചിങ്ങമാസം 21-ാം തീയതി തന്നെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ ആ ഹോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ലക്ഷ്മിയുടെ കല്യാണം നിങ്ങൾ എങ്ങനെ നടത്തും? എന്തൊക്കെ ഇവന്മാരി പറയുന്നത്? ഇതെന്റെ മകളുടെ ഭാവിയുടെ കാര്യ. ഇതിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാനാണ് മുതലാളിയുടെ ഉദ്ദേശമെങ്കിൽ ഇത്ര നേരത്തെ ഈ കാര്യം പറയായിരുന്നോ? നിങ്ങൾക്ക് മറ്റൊരാൾ ബുക്ക് ചെയ്യാനോ കല്യാണ തീയതി മാറ്റുവാനോ ഉള്ള സൗകര്യത്തിനാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ നല്ല മനസ്സ് നിങ്ങൾ ഇനിയെങ്കിലും കാണണം. എന്റെ ഉള്ളിലെ നന്മ ഇവര് കാണാതെ പോകുവാണല്ലോടാ. ഞങ്ങൾ പറഞ്ഞു വെച്ച ഓഡിറ്റോറിയം നിങ്ങൾ എങ്ങനെ മറ്റൊരാൾക്ക് കൊടുത്തത്? അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു ദേവകി അമ്മേ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ നേരത്തെ അഡ്വാൻസ് കൊടുത്താണല്ലോ. അതിന് റെസിപ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ പിന്നെ എന്താ കാര്യം? ദൈവം, അച്ഛൻ പേടിക്കണ്ട. അഡ്വാൻസ് ആർക്കാണോ കൊടുത്തത് അയാളുടെ കയ്യിന്ന് അത് തിരിച്ചു വാങ്ങി തരേണ്ട ഉത്തരവാദിത്വം എന്റേതാ. ഇനി ഇത് കാരണം ലക്ഷ്മിയുടെ കല്യാണം വീണ്ടും മുടങ്ങോ മുതലാളി? അതിന്റെ ഒന്നും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് വേറൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ക്ഷണിച്ചവരെയൊക്കെ നേരിട്ട് വീണ്ടും കണ്ട് ക്ഷണക്കത്തില് അച്ചടി പിശക് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ശരിക്കുള്ള ഹോളിന്റെ പേര് തിരുത്തിയാ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോ വരട്ടെ.